കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശിയായ രാജേഷിന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. സംസ്കാരം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കല്ലിയൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രിമാരും അടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മറ്റൊരു ജീവൻ രക്ഷിക്കുന്നതിനിടെ തേജസ്വിനി പുഴയുടെ ഓളങ്ങൾ കവർന്നെടുത്ത രാജേഷിന്റെ വിയോഗം കല്ലിയൂരിന്റെ കണ്ണുനീരായി. മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ പ്രിയപ്പെട്ട രാജേഷിന് യാത്രാമൊഴി നേരാൻ നാട് ഒരുമിച്ചെത്തി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. രാജേഷിന്റെ ബന്ധുക്കളുടെ അടുത്തെത്തിയ മുഖ്യമന്ത്രി വികാരാധീനനായി. മന്ത്രിമാരായ സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ് തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കാരം. രാജേഷിന്റെ പൂർത്തിയാകാത്ത വീടിന്റെ പണി സർക്കാർ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ പുളിങ്ങോമിൽ കൃഷിയിടത്തിൽ കുടുങ്ങിയ കോലുവള്ളി സ്വദേശി ബെന്നിയെ സാഹസികമായി രക്ഷപ്പെടുത്തി തിരിച്ചുകൊണ്ടുവരുന്നതിനിടെ രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. തെരച്ചിൽ തുടരുന്നതിനിടെ പ്രതീക്ഷകൾ വിഫലമാക്കി ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏതു ദുരന്തമുഖത്തും ഓടിയെത്തുന്ന രാജേഷ് സാഹസികത ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അഡ്വഞ്ചർ ഡിസാസ്റ്റർ സൊസൈറ്റിയിലെ അംഗമായ അദ്ദേഹം 1 മാസം മുൻപാണ് പരിശീലകനായി കണ്ണൂരിലെത്തിയത്. 2 വർഷം മുൻപാണ് രാജേഷിന്റെ ഇളയ സഹോദരൻ രഞ്ജിത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത്. ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറും മുൻപാണ് കുടുംബത്തെയും നാടിനെയും കണ്ണീരിലാഴ്ത്തി രാജേഷിന്റെയും വേർപാട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.